നിങ്ങൾക്ക് വല്ലാത്തൊരു ക്രൈസ് തോന്നണം. ശരിക്കും ക്രൈസ് ക്രിസ്തുവിന് വേണ്ടി സാക്ഷിയാണ്. കാരണം നിങ്ങൾ ഒരിക്കലും നിങ്ങളങ്ങനെ സാക്ഷിയായ വിത്ത് ഓൾ ഫെർവൻസ് നിങ്ങളുടെ എല്ലാവരും തീഷ്ണതയോടും കൂടി നിങ്ങൾ സാക്ഷിയായി നിങ്ങളതിനുവേണ്ടി കൊതിച്ച് ആഗ്രഹിച്ച് 10 മനുഷ്യരുടെ മുമ്പിൽ യേശുവിൻ്റെ ഒരു സാക്ഷിയായി മാറി അത് നിങ്ങളുടെ ഒരു ദൗത്യമായിട്ട് നിങ്ങൾ മനസ്സ് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ കർത്താവ് നിങ്ങളെ ഓൺ ചെയ്യണത് എവിടെ വെച്ചാണെന്നൊരു പിടിയുമില്ല, എല്ലായിടത്തും ആയിരിക്കും. കഴിഞ്ഞ ദിവസങ്ങളിലൊരു സാക്ഷ്യമുണ്ടായി, എൽസ സണ്ണിയുടെ സാക്ഷ്യം. എനിക്ക് ഇഷ്ടപ്പെട്ട സാക്ഷ്യങ്ങളൊന്നാണ്. എൽസ സണ്ണിയുടെ പ്രശ്നം വെച്ചാൽ എൽസ സണ്ണി ബികോം കരുത്തിയാണ്. അതെന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് ബികോം കഴിഞ്ഞപ്പോഴാണ്, ബികോം സെക്കൻഡ് ഇയർ ആയപ്പോഴാണ് അവൾക്ക് തോന്നിയത് BSc മാസ്റ്റർ ഡിഗ്രി എടുക്കണത് MSc എടുക്കണമെന്ന്, നേഴ്സിംഗ് ഫീൽഡിലോട്ടൊന്ന് മാറണമെന്ന്. നടക്കുക, നിങ്ങൾക്കറിയാമല്ലോ നടക്കത്തില്ലെന്ന്. ഒരു ആർട്ട് സ്റ്റുഡൻ്റ് അല്ലെങ്കിൽ കൊമേഴ്സ് സ്റ്റുഡൻ്റ് എങ്ങനെയാണ് പെട്ടെന്ന് സയൻസ് സ്റ്റുഡൻ്റ് ആകണത്? ഇവൾക്കൊരു 10 ബികോം സെക്കൻഡ് ഇയർ ആയപ്പോഴാണ് ഈ ബികോമിനെ കുറിച്ച്, കാര്യം ബികോം എടുത്ത ആൾക്കാരാണല്ല ഒരു ഇടക്കാലം കൊണ്ട് ബികോംകാർക്ക് ഭയങ്കരമായ ഒരു പുകഴ്ച കിട്ടില്ല. അവരാണല്ല പിന്നെ CA MBA ഒക്കെ പോയിട്ട് പോയത്. CA കാര്യത്തിൻ്റെ സാക്ഷ്യമുണ്ട് ഈ ദിവസങ്ങളിൽ, അടിപൊളി സാക്ഷ്യം. അപ്പോൾ ഇവളുടെ പ്രശ്നം അതല്ല, ഇവളെ ബികോം കഴിഞ്ഞിട്ട് പിന്നീട് MCOMലേക്ക് MBA ഒക്കെ ഒന്നും പോകാൻ ഉദ്ദേശമില്ലാതെ അവൾക്ക് സയൻസിലേക്ക് ഒന്ന് കാലം മാറണമെന്ന് തോന്നി. പക്ഷേ ഇത് നിങ്ങൾക്ക് കേൾക്കണ പോലെ എനിക്കും പുതിയ കാര്യമാണ്. ഇതെങ്ങനെ സാധിക്കണത്? വി ഡോണ്ട് നോ. പക്ഷേ ഇവളുടെ അമ്മയോട് വന്ന് ഇവളോട് പറയും, എന്താ പറയണത്? എൽസ പറയും, എനിക്കൊന്ന് നേഴ്സിങ്ങിലേക്ക് മാറിയാൽ കൊള്ളാമെന്നുണ്ടെന്ന് പറയും. അപ്പോഴോ അമ്മ 10ാം ക്ലാസ് വെച്ച് ഇവളോട് പറയണതാണ്, നിൻ്റെ ഫീൽഡ് നേഴ്സിംഗ് ആണ്, ഞങ്ങളോട് മാറിക്കൊള്ളാൻ പറയുമായിരുന്നു. പക്ഷെ അന്ന് അവൾക്ക് ഇഷ്ടമില്ലായിരുന്നു ആ ഫീൽഡ്. കാരണം അത്ര കൊച്ചു ഫീൽഡ് അല്ലല്ലോ അത്. ഭയങ്കര കഷ്ടപ്പാടും നല്ല ക്ഷമയും നല്ല നൈറ്റും പിന്നെ രോഗവും പഴുപ്പും വേദനയും കാറലും വേണ്ടല്ല. നമ്മൾ തന്നെ ആശുപത്രിയിൽ പോയി ഒരാഴ്ച താമസിക്കും, മനസ്സിലാവും എഴുത്തുമാരാരാണെന്ന്. പ്രത്യേകിച്ച് രാത്രിയും പകലും വർക്ക് ചെയ്യുന്നവരും തിയേറ്ററിൽ നിൽക്കുന്നവരും എക്സ്റേ നിൽക്കുന്നവരും IC നിൽക്കുന്നവരും കാലൊക്കെ ഇരിക്കണ ഇരിപ്പ് കണ്ടുകഴിഞ്ഞാൽ ഞെട്ടിപ്പോവും. മൊത്തം ഇങ്ങനെ AC നിൽക്കുകയല്ലേ, ചിലക്ക് AC അലർജി പോലും ആയിരിക്കും. അപ്പോഴിങ്ങനെ ഉള്ളത് കൊണ്ട് ഇവർക്ക് താല്പര്യമില്ലാഞ്ഞത്. പക്ഷേ ഈ ബികോം സെക്കൻഡ് ഇയർ ആയപ്പോൾ പുള്ളിക്കാരത്തേക്ക് നേഴ്സിംഗ് എടുക്കണമെന്ന് പറഞ്ഞാൽ, പക്ഷെ അത് നടക്കത്തില്ല. അമ്മയോട് വന്ന് പറയും, എനിക്ക് നേഴ്സിംഗ് എടുക്കണമെന്ന് പറയും. ഉടനെ അമ്മ വളരെ കൂളായിട്ട് പറയും, എന്താ പറയണത്? ഞാൻ 10ാം ക്ലാസ് പോലെ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് നീ നേഴ്സിംഗ് ഫീൽഡിലേക്ക് വരാൻ. അത് ഇപ്പോഴെങ്കിലും കർത്താവ് തോന്നിച്ചല്ല. അപ്പം നിങ്ങൾ ഓർക്കും അമ്മയ്ക്ക് ബോധമില്ലായിരിക്കും, ഇങ്ങനെയുള്ള ബികോം കാര്യത്തിന് നേഴ്സിങ്ങിന് പോകാൻ പറ്റത്തില്ലെന്ന് അമ്മയ്ക്ക് അറിയാൻ പാടില്ലാത്തത് കൊണ്ടാണെന്ന്. അങ്ങനെയൊന്നുമല്ല, അവർ പറയുന്നതിൻ്റെ കാര്യം കർത്താവിൻ്റെ മുമ്പിൽ അതിന് മാർഗമുണ്ടെന്ന്. വിശ്വാസി അങ്ങനെ വിശ്വസിക്കണത്, മനസ്സിലായ? വിശ്വാസി ബുദ്ധി കൊണ്ടല്ല വിശ്വസിക്കണത്, വിശ്വാസി ഹൃദയം കൊണ്ടാണ് വിശ്വസിക്കണത്. കൈ ഇടിച്ച് കർത്താവിനെ വിശ്വാസത്താൽ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു കാണുന്നു ഞാൻ. വിശ്വാസത്താൽ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്ന പോൽ, കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്ന പോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ, വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്ന പോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്ന പോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
അഗ്നിനാളങ്ങൾ വെള്ളത്തിനോളങ്ങൾ എന്നെ തകർക്കുവാൻ സാധ്യമല്ല. അഗ്നിനാളങ്ങൾ വെള്ളത്തിനോളങ്ങൾ എന്നെ തകർക്കുവാൻ സാധ്യമല്ല. അഗ്നിയിലിറങ്ങി വെള്ളത്തിൽ നടന്ന് കൂടെ വരുവാൻ യേശുവിൻ്റെ. അഗ്നിയിലിറങ്ങി വെള്ളത്തിൽ നടന്ന് കൂടെ വരുവാൻ യേശുവിൻ്റെ. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു.
ജപ്തി നടപടി നേരിടുന്നവരെ യേശുവിന്റെ നാമത്തില് അനുഗ്രഹം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ കൈവേഴ്ത്തുന്ന ഭക്തിയുടെ ഇരിക്കുന്നവര് കർത്താവിന്റെ നാമത്തില് അനുഗ്രഹം പ്രാപിക്കട്ടെ. തകർന്ന വ്യാപാരങ്ങള്, തകർന്ന വ്യവസായങ്ങള്, വരുമാന മാർഗങ്ങള്, കൃഷിയിടങ്ങള്, മത്സ്യത്തൊഴിലാളി മേഖലകള് അനുഗ്രഹം പ്രാപിക്കട്ടെ. യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഗർഭിണികള്, മക്കളില്ലാത്തവര്, ഗർഭത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവര് യേശുവിന്റെ നാമത്തില് സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ.